നമസ്കാരം സുഹൃത്തുക്കളെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി കേരളത്തിനൊരു നന്ദി പറഞ്ഞുകൊണ്ട്, കേരളമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഇന്ന് VDSൻ്റെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അദ്ദേഹത്തിൻ്റെ ഈ ഗവൺമെൻറ് വാക്കുപാലിച്ച് പറഞ്ഞതുപോലെ തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയും, അതേപോലെ തന്നെ വയോജനങ്ങൾക്ക് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി വയോജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്നും, പ്രോമിസ് ചെയ്തിരിക്കുന്ന പോലെ ഉള്ള കാര്യങ്ങളെല്ലാം ക്രമാനുഗതമായി നടപ്പിൽ വരുത്തുമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ സത്യപ്രതിജ്ഞ രാജ്യവും ലോകവും ഉറ്റുനോക്കിയ ഒരു കാര്യമാണ്. കാരണം ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ഒരു ജനകീയനായ മുഖ്യമന്ത്രിയാണ് വന്നത്. ടീം VDSൻ്റെ സത്യപ്രതിജ്ഞ ജനസഹകരണങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. കാരണം 10 വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ പൊറുതിമുട്ടി ഒരു അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെൻറ്റിനെ ഇറക്കി വിട്ടുകൊണ്ട് ഒരു പുതു വെളിച്ചത്തിൻ്റെ ദിവസം ഉണർന്നെഴുന്നേറ്റതായി ജനങ്ങൾക്ക് തോന്നി. ജനങ്ങളെ അധികം കടത്തിവിട്ടില്ല. എല്ലാവർക്കും പാസുമൊക്കെ കൊടുത്ത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ പന്തലിലും മറ്റുള്ള സ്ഥലങ്ങളിലും പ്രവേശിക്കാൻ പറ്റിയുള്ളൂ. അതേപോലെ തന്നെ അയൽവക്കത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വന്നില്ല. വിജയ് വന്നു കഴിഞ്ഞാൽ വരാതിരുന്നത് ഒരുപാട് നന്നായി. അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമായിരുന്നു. പോലീസിനൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ജനക്കൂട്ടങ്ങളും ജനസാഗരങ്ങളും ഒഴുകിയെത്തും. അങ്ങനെ ജനങ്ങൾ നിരാശരാകും. അതെന്തായാലും നന്നായി ഒഴിവായി. അതൊരു ഫോർമൽ കോളിംഗ് ആയിരുന്നു. അത് എന്തായാലും വിജയ് മനസ്സിലാക്കി. അദ്ദേഹം എത്തിയില്ല. അതിനൊരു പ്രത്യേക നന്ദി പറയേണ്ടതുണ്ട്. എന്താണെങ്കിലും സുഹൃത്തുക്കളെ, ഈ ജനങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ നോക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇത്. ഉത്തരവാദിത്തങ്ങൾ വളരെ അധികമാണ്. 10 വർഷത്തെ കിരാതഭരണം എങ്ങനെയാണെന്ന് ജനങ്ങൾ കണ്ടു. ആ പാർട്ടിയുടെ ആൾക്കാർ തന്നെ വോട്ട് ചെയ്ത് അവരെ പുറത്താക്കി. പക്ഷേ ഇതോടൊപ്പം ചില കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്കും ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ ഏറ്റവും സിമ്പിളായിട്ട് സൈക്കിളിൽ നടന്ന് നോമിനേഷൻ കൊടുത്തന്ന് തന്നെ ജയിച്ച് ഒരു പൈസയും ചിലവാക്കാതെ അദ്ദേഹത്തിന് കിട്ടിയ പണം അദ്ദേഹം പാവങ്ങളുടെ ഉന്നമനത്തിന് വീട് വെച്ച് കൊടുക്കുന്നതിന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് 75 ലക്ഷം രൂപ ഉപയോഗിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് ഉന്നതമായ വളരെയധികം ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കാണിച്ചിട്ട് ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മഹോന്നതനായ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലെങ്കിലും ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കണ്ടായിരുന്നു, പരിഗണനയിലായിരുന്നു. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം എല്ലാവരെ പോലെ മന്ത്രി സ്ഥാനത്തിന് വേണ്ടി തല്ലും പിടിയും വഴക്കും ഉണ്ടാക്കിയില്ല. അദ്ദേഹം പുറത്തായി. അത് VDS ഗവൺമെൻറ് നോക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുക്കേണ്ടതാണ് ഒന്നത്. രണ്ടാമത് UDF ഗവൺമെൻറ് നെടുന്തൂണായി നിന്ന KK രമയ്ക്ക് ഒരു സ്ഥാനം കൊടുത്തില്ല, ചോദിച്ചില്ല, കൊടുത്തില്ല. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതും കൂടെ ചെയ്താൽ ഗവൺമെൻറ് ഏകദേശം ഒരു ന്യായമായിട്ട് ഒരു സീറ്റ് വിഭജനം നടന്നു എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. മന്ത്രി വിഭജനവും അതേപോലെ അധികാരം പങ്കിട്ടു എന്ന് വിചാരിക്കാം. സുഹൃത്തുക്കളെ, എങ്ങനെയാണെങ്കിലും VDS പ്രോമിസ് ചെയ്ത പോലെ ആ പരിഷ്കാരമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഒരു ഭരണം തുടങ്ങി വെച്ചിരിക്കുന്നു. അതിന് നമുക്ക് UDF ഗവൺമെൻറ്റിനോടും LDF ഗവൺമെൻറ്റിനോടും കടപ്പെട്ടിരിക്കണം. അതേപോലെ 2 മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ളൊരു മുഖ്യമന്ത്രി, അത് നമ്മുടെ ജനങ്ങൾക്ക് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ദേവൻ്റെ സ്വത്ത് കൊള്ളയടിച്ചവരെയും അഴിമതിക്കാരെയും കൈക്കൂലിക്കാരെയും ഒക്കെ ന്യായമായ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇങ്ങനെയുള്ള തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ഈ ലോകത്തെ, കള്ളത്തരങ്ങളുടെയും ഈ ലോകത്തെ ജനാധിപത്യ മാർഗത്തിലൂടെ വന്ന ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റാണെന്ന് രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു. അതിനാൽ ഈ ഗവൺമെൻറ് നല്ലൊരു തുടക്കത്തിലൂടെ മുന്നോട്ട് വന്ന് ഇനി ഇത് 5 വർഷത്തെ ഗവൺമെൻറ്റല്ല, തുടർഭരണവും കിട്ടുന്ന നല്ലതായിരിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തെ, ഏറ്റവും കുറഞ്ഞത് 10 വർഷത്തെയെങ്കിലും ഒരു ഗവൺമെൻറ്റായിട്ടാണ് ജനങ്ങൾ
VDS ഗവൺമെൻറ്റിനെ കാണുന്നത്, ജനനായകനെ കാണുന്നത്, ജനങ്ങളുടെ നേതാവിനെ കാണുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ മീറ്റിങ്ങിന് ശേഷം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു ധവളപത്രം സത്യസന്ധമായി ഇറക്കുമെന്ന് പറഞ്ഞത് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് കേരളത്തിൻ്റെ ഈ നുണകളുടെ കൂമ്പാരങ്ങളുടെ ഇടയ്ക്ക് എന്താണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് കൃത്യമായ ഒരു വെളിച്ചം അതിലേക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് തരും. അതോടൊപ്പം തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലജി പറഞ്ഞു, ഇഷ്ടമുള്ള വകുപ്പ് എടുത്തുകൊള്ളുവാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒന്നിനും ഒരു നിഷ്കർഷിച്ചില്ല. അങ്ങനെ എനിക്കിഷ്ടമുള്ള വകുപ്പാണ് ഞാൻ ഏറ്റെടുത്തത്. അങ്ങനെ ടീം UDF ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കും, പൊതുജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അത് വളരെ നല്ലൊരു കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ ആകെ ഭയപ്പെട്ടത് കേരളം ഒരു നാർക്കോട്ടിക് സ്റ്റേറ്റായി മാറും, നാർക്കോട്ടിക്സ് ഉൽപ്പന്നങ്ങൾ കുട്ടികളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും മറ്റുള്ളവരും ധാരാളമായി ഉപയോഗിച്ച് മഫിയ ഗാങ്ങിനെ തടയിടുവാൻ വേണ്ടി എന്തായാലും ഈ ഗവൺമെൻറ് ശ്രമിക്കും. അതിൽ ജനങ്ങൾ ഭയപ്പെട്ടു. അതോടൊപ്പം തന്നെയുള്ള മറ്റുള്ള മഫിയ പ്രവർത്തനങ്ങളും സ്വൈര്യജീവിതം തകരാറിലായതും സ്വൈര്യജീവിതം അപകടപ്പെടുമോ, ജനാധിപത്യം അപകടപ്പെടുമോ എന്നെല്ലാം ഭയപ്പെട്ടു. അതിനാൽ ജനങ്ങൾ മാറ്റി ചിന്തിച്ചു. ആ മാറ്റത്തിൻ്റെ ഒരു കാഹളമാണ് ഇന്ന് കണ്ടത്, ജനങ്ങൾ ഒഴുകിയെത്തിയത്. സുഹൃത്തുക്കളെ, ആശങ്കാകുലരായ ജനങ്ങൾ ഒഴുകിയെത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ കണ്ണു നിറയും. ജനാധിപത്യത്തിലൂടെ ജനസാഗരങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് VDSൻ്റെ ഈ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയത്. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ജനങ്ങൾ ജനാധിപത്യത്തിൽ ഈ കാണിച്ചത്. എങ്ങനെയാണെങ്കിലും VDSൻ്റെ 5 വർഷത്തെ ഭരണമല്ല, 10-15 വർഷത്തിലേക്ക് ഭരിക്കുമെന്ന് കരുതിയാണ് ആൾക്കാരെല്ലാവരും കൂടെ ഈ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി തലസ്ഥാന നഗരിയിലേക്ക് കുതിച്ചത്. സുഹൃത്തുക്കളെ, ആ പ്രതീക്ഷ ഈ പുതിയ ഗവൺമെൻറ് നിറവേറ്റുമെന്ന് നമുക്ക് ആശംസിക്കാം. എന്താണെങ്കിലും ഈ ഹൈക്കമാൻഡിനും ഒരു പ്രത്യേക നന്ദി പറയേണ്ടതുണ്ട്. ജനഹിതം അവർ മാനിച്ചു. ഇത് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പുതുമയാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.